ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിന്നിവിടെ ഒരു മീൻ തലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കട്ട്ള മീൻ്റെ തലയാണ് 4 കിലോ തൂക്കം വരുന്നൊരു കട്ട്ള മീൻ്റെ തലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് കഴുകി ക്ലീൻ ചെയ്ത് വെള്ളം വാർത്ത് വെച്ചിട്ടുള്ളതാണ് അതിലേക്ക് ഞാനിവിടെ 2 മീഡിയം സൈസ് തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ചെറിയുള്ളി കട്ട് ചെയ്തത് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. ഒരു 10-15 അല്ലി ചെറിയുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചധികം തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പൊടികളായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിലേക്ക് ഞാൻ കുടംപുളിയല്ല ചേർക്കുന്നത്, പിഴുപുളിയാണ് ചേർക്കുന്നത്. അത് ചൂടുവെള്ളത്തിൽ കുതിർത്തിയിട്ട് നല്ലപോലെ അരിച്ചെടുത്തിട്ട് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടായി വന്ന ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ചെറിയുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉള്ളി നല്ലപോലെ ഒന്ന് വാടി വരണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വാടി വന്ന ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ശേഷം പൊടികൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ലോ ആക്കി വെക്കണം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ആ എണ്ണയിൽ കിടന്നിട്ട് പൊടികളെല്ലാം നല്ലോണം മൊരിഞ്ഞ് വരണം. പൊടികൾ ഇട്ട് കൊടുത്താൽ ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. പൊടികളെല്ലാം എണ്ണയിൽ കിടന്നൊന്ന് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. തക്കാളി പേസ്റ്റും നമ്മുടെ ഈ പൊടികളെല്ലാം പാടെ കിടന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി നല്ല എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഇതുപോലെ വഴറ്റിയെടുക്കണം. ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പുളിവെള്ളമാണ്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളം ഈ മസാലയും തമ്മിൽ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ വെള്ളം പോരാ, നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തതാണ്, നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം മൂടി വെച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക, കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീനിൻ്റെ തല കഷ്ണങ്ങളിൽ ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. തലക്കഷ്ണങ്ങൾ മുഴുവൻ ഇട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും മൂടി വെച്ച് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക. മീനിൻ്റെ തല ഇതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് വേവൊക്കെ ഉണ്ടാവും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ ഒരുപാട് കൂട്ടുകാരുണ്ട്. അവർ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ. അപ്പം നമ്മുടെ മീനിൻ്റെ തലയൊക്കെ വെന്ത് വന്ന് കറി നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ സെറ്റായി. മീനിൻ്റെ തലയൊക്കെ ഇഷ്ടമുള്ളവർ തലയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.